നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ MCFലുണ്ടായ തീപിടുത്തം സംബന്ധിച്ച പോലീസ് സമഗ്ര അന്വേഷണം നടത്തി വസ്തുത പുറത്തു കൊണ്ടുവരണമെന്ന് ഇന്ന് ചേർന്ന കൊണ്ടോട്ടി നഗരസഭയുടെ അടിയന്തര കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു. സംഭവം നടന്ന 2 ദിവസമായിട്ടും അന്നേ ദിവസം പുലർച്ചെ 3 മണിക്ക് തന്നെ പരാതി നൽകിയിട്ടും പോലീസ് പ്രാഥമിക അന്വേഷണം പോലും നടത്താത്ത നടപടിയിൽ കൌൺസിൽ യോഗം അതൃപ്തി രേഖപ്പെടുത്തി. പരാതി നൽകിയ സെക്രട്ടറിയുടെ മൊഴി രേഖപ്പെടുത്താനോ സംഭവസ്ഥലം സന്ദർശിക്കാനോ പരിസരത്തെ CCTV ഫുട്ടേജുകൾ പരിശോധിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുയർന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും മനഃപൂർവ്വം കത്തിച്ചതാണെന്ന് സംശയിക്കുന്നതായും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. വിഷയം ജില്ലാ പോലീസ് സൂപ്രണ്ട്, മലപ്പുറം ജില്ലാ കലക്ടർ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും തീരുമാനിച്ചു. യോഗത്തിൽ ചെയർപേഴ്സൺ CT ഫാത്തിമത്ത് സുഹ്റാബി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C മിനിമോൾ, A മുഹ്യുദ്ദീൻ അലി, കൌൺസിൽ അംഗങ്ങളായ കോട്ട ശിഹാബ്, V അലി, KP ഫിറോസ്, കോട്ടയിൽ ബീരാൻകുട്ടി, അബീന പുതിയറക്കൽ, KP സൽമാൻ, PP റഹ്മത്തുള്ള, റസാഖ് ചൊക്ലി, C സുഹൈറുദ്ദീൻ, ഫൗസിയ ബാബു, സാഹിദ, സെക്രട്ടറി ഫിറോസ് ഖാൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.